ഞാൻ അലക്കാൻ പോവാണ്. ഓ നോക്കൂ, അവൻ അത് ചെയ്യുന്നു. ഇപ്പോഴെനിക്ക് ചെയ്യാൻ കഴിയും. നന്നായി ചെയ്തിരിക്കുന്നു. അത്യോടൻ ഹൗസിൽ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആയിട്ടൊരു സംഭവമുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. ഉയ്യൻ്റെ കൂടപ്പിറപ്പുകളെ, ഇതാ ഞാൻ പറഞ്ഞ ഹൈലൈറ്റ്, അടിപൊളി ഒരു അലക്കുകല്ല്. അത്യോടൻ ഹൗസിൽ ബിജു അത്യോടൻ്റെ ഈയൊരു മനോഹര വീട്ടിൽ ഞാൻ കണ്ട ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് ആയിട്ടുള്ളൊരു സംഭവം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ അലക്കുകല്ലാണ്. നമ്മുടെ നാട്ടിൽ എവിടെയും കാണാത്തൊരു സംഭവമാണ് ഈ ഒരു അലക്കുകല്ല്. ഈ അലക്കുകല്ലിൽ അലക്കാനും വളരെയധികം സുഖമാണ്. അതുമാത്രമല്ല അലക്കുകല്ലിൽ തന്നെ വെള്ളവും ഇവിടെ വരുന്നുണ്ട്. പിന്നെ നമുക്ക് നടുവേദനയുള്ള ആളാണെങ്കിൽ ഈ ബക്കറ്റ് എടുത്തിട്ടൊന്നും ഇങ്ങനെ കുനിഞ്ഞിട്ടൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. നേരെ ഇതിൽ തുണി അങ്ങ് ഇടണം അല്ലേ? തുണി ഇങ്ങനെ ഇട്ടിട്ട് തുണി ഇങ്ങനെ ഇടുക, എന്നിട്ട് വെള്ളം തെറിക്കുക. നമുക്കൊരു ആക്ഷൻ എന്ന് കാണിക്കണ്ടേ? ഇങ്ങനെ തെറിക്കുന്നുണ്ടോ? സുഖസുന്ദരമായിട്ട് അലക്കാം അല്ലേ? അടിപൊളിയാണ്. ബാക്കി കാര്യങ്ങൾ നമുക്ക് ഈ വെള്ളം ബിജു ഇതില് നമ്മൾ വെള്ളം നിറയ്ക്കുന്നു അല്ലേ? അതെങ്ങനെയാണ്? അത് നമ്മൾ പൈപ്പ് വഴി വെള്ളം ഇത് തുറന്ന വെള്ളം ഇങ്ങനെ വരും. ഇനി നമ്മൾ ആവശ്യത്തിനുള്ളത് നിറഞ്ഞാല് കൂട്ടും ഇങ്ങനെ എന്നിട്ട് നമ്മൾ അത് നിറഞ്ഞിരിക്കും. അപ്പൊ എന്നിട്ട് നമ്മൾ അത് കഴുകി കഴിഞ്ഞാൽ ഈ അതായത് നമ്മളെ അലക്കെല്ലാം കഴിഞ്ഞതിന് ശേഷം അല്ലേ വാൾവ്, ഈ വാൾവ് ഇങ്ങനെ തുറന്നാൽ വെള്ളം തെച്ച് ഡ്രൈ ആണ്. ഇത്ര സമയം അവിടെ വാൾവ് വെള്ളം അവിടെ കെട്ടി നിൽക്കും. പിന്നെ ഇതിപ്പം വേണ്ട വെള്ളം. അതെ, അതായത് ആദ്യം നമ്മൾ തുണി മുക്കിയിട്ട് അലക്കി ആ വെള്ളം അങ്ങനെ ക്ലീൻ ആക്കി വേണമെങ്കിൽ ഒന്നുകൂടി കഴുകിയിട്ട് വീണ്ടും താഴെ ബന്ദ് ചെയ്തിട്ട് ആദ്യം തുറന്നിട്ട് വെള്ളം രണ്ടാമത്തെ അതെ. അപ്പൊ തുണി നല്ല ഫ്രഷായി കഴുകുന്നത് വരെയും അല്ലേ? എത്ര പ്രാവശ്യം തുണി കഴുകും? 3 പ്രാവശ്യം ആയിരിക്കും തുണി കഴുകും. അതെ, സോപ്പിന്റെ അപ്പൊ അതെല്ലാം പോകുന്നതിന് വേണ്ടിയിട്ട് 3 പ്രാവശ്യം ക്ലീൻ ആക്കും, അല്ലെ 4 പ്രാവശ്യം. അപ്പൊ ഇതിൽ തന്നെ എല്ലാ സംഭവങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നടുവേദനയുള്ള ആൾക്ക് ഏറ്റവും സുഖമുള്ള ഒരു കാര്യമാണ് അല്ലേ? എനിക്ക് തോന്നുന്നു ബിജു, പിന്നെ ഇതിന് എത്ര പൈസ ഏകദേശം ചെലവായിട്ടുണ്ടാവും? ഇത് വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ബിജു അത്യോടൻ തന്നെ ചെയ്തതാണ് കേട്ടോ. ഇവൻ തന്നെ എവിടെയോ ഇങ്ങനെ ഒരു അലക്ക് കല്ല് കണ്ട് അങ്ങനെ യൂട്യൂബിൽ കണ്ടിട്ടല്ലേ, അങ്ങനെ നോക്കിയിട്ട് ഇവൻ തന്നെ ഇവന്റെ ആ ഐഡിയയിലാണ് ഈ ഒരു കണ്ടീഷനിൽ ചെയ്തത്. വേറെ ബിജു കണ്ടത് വേറെ മോഡൽ അല്ല, നല്ല ഭംഗിയുണ്ട്, നല്ല ഹൈറ്റും എല്ലാം ഉണ്ട്, നല്ല കറക്റ്റ് ആയിട്ട് ഹൈറ്റ് ഉണ്ട്, അതുപോലെ തന്നെ നന്നായിട്ടുണ്ട്. ഇനി ഇതിന് എനിക്ക് തോന്നുന്നു ഇതിന് നീല പെയിന്റ് അടിച്ചാലായിരിക്കും കൂടുതൽ ഭംഗിയുണ്ടാവും അല്ലെ? കാരണം കാവി അത്ര കളർ കിട്ടുന്നില്ല. അതെ, കാവി കളർ ആയതുകൊണ്ട് അത്ര കളർ കിട്ടുന്നില്ല. നീല പെയിന്റ് അടിച്ചു അല്ലേ? അടിപൊളി. എന്തായാലും നല്ലൊരു അടിപൊളി അലക്കല് തന്നെയാണ്. പിന്നെ ഏകദേശം ഇതിന് എനിക്ക് തോന്നുന്നൊരു 10 രൂപ ആയിട്ടുണ്ടാവും. മൊത്തം പ്ലംബിംഗ് എല്ലാം ഞാൻ തന്നെ, പ്ലംബിംഗ് ഫ്ലോർ എല്ലാം കൂടിയിട്ടാകുമ്പോ ഒരു പ്ലംബിങ്ങും ബിജു തന്നെയാണ് ചെയ്തത്. സ്വന്തമായി ചെയ്തത് കൊണ്ട് അങ്ങനെ ഒരു കണക്കൊന്നുമില്ല. എന്തായാലും അടിപൊളി ഒരു അലക്കുകല്ല് തന്നെ അല്ലേ? പിന്നെയില്ലേ ഈ വെള്ളം എങ്ങോട്ട് പോകും? ഇതിങ്ങനെ പോയി നമ്മളെ ഇതില്ല ഒരു കൊട്ടത്തളാക്കി ഇത് ഞാൻ ആക്കിയത് വെറുതെ പ്ലേറ്റും അങ്ങനത്തെ മീനെല്ലാം കഴുകാൻ വേണ്ടിട്ടാക്കി. പുറത്തുനിന്ന് മീൻ കഴുകുക, അതായത് അകത്ത് സ്മെല്ല് വരണ്ടല്ലോ. അതുകൊണ്ട് കുറച്ച് കച്ചറയിലുണ്ട്, ആള് നിൽക്കും. അത് പിന്നെ നമുക്ക് ആടുന്ന് കോരിക്കളിയല്ലേ? അതിന് വേണ്ടി ഇങ്ങനെ എല്ലാം മൊത്തം ബ്ലോക്ക് ആവുമല്ലോ. അതെ അതെ, മീൻ മുറിച്ച സ്മെല്ലും കാര്യം ഇത് പുറത്താകും ഓപ്പൺ അല്ലേ? അതെ അതെ, അതങ്ങനെ ഇതാവും. അത് അങ്ങനെ വേണ്ടി ഇതാക്കിയ അടിപൊളി അലക്കലും അതിന് വേസ്റ്റ് വെള്ളം പോകാൻ വേണ്ടിയിട്ടുള്ള ചെറിയൊരു കൊട്ടത്തളം. ഈ കൊട്ടത്തളം എല്ലാം നമുക്കൊന്ന് വീണ്ടും ഒന്ന് ഞാൻ എടുത്ത് കാണിച്ചു തരാം. എന്തായാലും നന്നായിട്ടുണ്ട്. ഈ വാൾവ് തുറന്നു കഴിഞ്ഞാൽ കണ്ട ഈ വെള്ളം ഇതിലൂടെ പോയി കൊട്ടത്തളത്തിൽ പോകും. ഇങ്ങനെ പോകും, ഇതിലൂടെ പോയി ഇവിടെ വന്ന് നിൽക്കും. ഇങ്ങനെ വന്ന് അവിടെ നിൽക്കും കൊട്ടത്തളത്തിൽ. അവിടെ നിന്ന് ഇങ്ങോട്ടൊരു ഡ്രെയിനേജ് ലൈന് മറ്റേ വേസ്റ്റ് കുഴിയിലേക്ക് പോകും. മൊത്തം വേസ്റ്റ് വലിയ കുഴിയാണ്, അതിനകത്തേക്ക് പോകും മൊത്തം. ഇതിൻ്റെ വെള്ളം ഇതിലോട്ട് പോകും. ഈ അലക്കുന്ന വെള്ളം കണ്ട, ഈ അലക്കുന്ന വെള്ളം കണ്ട ഇതിലൂട്ടി അങ്ങ് പോയിട്ട് പുറത്തൊന്നും പോകാണ്ട് കച്ചറ ഒന്നാണ്ട് ഇതിലൂട്ട് അങ്ങ് അതും കൊട്ടത്തളത്തിലേക്ക് പോകും. അപ്പോൾ അങ്ങനെ ഒരു കച്ചറ വരില്ല. വെള്ളം ഇത് തുറന്നാൽ ആദ്യം വരും വെള്ളം. ഇതിപ്പോൾ വാൾവ് നമ്മൾ തുറന്ന് ഇതിന് വെള്ളം കെട്ടി നിൽക്കും. ആ പൈപ്പിൻ്റെ ഇത്രയും വരെ വെള്ളം നിൽക്കും. ഇങ്ങനെ ബെൻഡായിട്ട് ഇട്ടതാണ്, അപ്പോൾ അത്രയും വരെ വെള്ളം നിൽക്കും.
കുറച്ചുകൂടി പണിയുണ്ടല്ലോ. പണിയുണ്ട്. അതിൻ്റെ ഫ്ലോറിങ് എനിക്ക് കാലിന് സുഖമില്ലാണ്ട് പിന്നെ അത് അങ്ങനെ ബ്രോക്കൺ ഇടണോ, ഇതിൻ്റെ ബ്രോക്കൺ ഇടണോ എനിക്ക്. ഇങ്ങനെ ഒരു അലക്കല് നിർമ്മിച്ചതിൽ സന്തോഷമില്ലേ? ആ സന്തോഷമുണ്ട്. പിന്നെ ഞാൻ വിചാരിച്ചത് എങ്ങനെയെങ്കിലും ഇതാക്കണം, യൂട്യൂബിൽ നിന്നെല്ലാം കണ്ടിട്ട് അങ്ങനെ ആക്കണമെന്ന് വെച്ച്. അത്രയൊന്നും ആയിട്ടുണ്ടാവില്ല യൂട്യൂബിൽ ചെയ്ത അത്രയൊന്നും. അവരെല്ലാം നല്ല അടിപൊളിയായിട്ടുള്ളത്. നമ്മൾ പിന്നെ നമ്മളിതിലാക്കിയത് ഒരു ചെറിയ അങ്ങനെ ആ കണക്കൊന്നും കിട്ടും. അത്ര ഇതിലെ കണക്കൊന്നും ഇല്ല. പക്ഷേ ഈ ജോലി ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ സഹായിച്ചത് സതുവാനാണ്. ഓറും നല്ല ഹെൽപ്പ് ചെയ്തിരുന്നു ഈ പണിക്ക് വേണ്ടിയിട്ട്. അത്യോടൻ ഹൗസ് വാമിങ്ങിന് വന്ന് എല്ലാവരും അത്ഭുതത്തോടു കൂടി നോക്കിയത് ഈയൊരു അലക്കുകല്ലാണ്. നമ്മുടെ നാട്ടിൽ എവിടെയും കാണാത്ത ഈ അലക്കുകല്ല് എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എല്ലാവരുടെയും അഭിപ്രായം നല്ലതാണ്. നല്ലൊരു വീടും അതുപോലെ തന്നെ അവിടുത്തെ അലക്കുകല്ല് എടുത്തു വരേണ്ടതാണ് എന്നൊക്കെയാണ് സംസാര വിഷയം. അതുപോലെ ഇതിൻ്റെ പണി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ബിജു അത്യോടന് ചെറിയൊരു ആക്സിഡൻ്റ് ആയതുകൊണ്ട് കാലിന് ചെറിയ പരിക്കുള്ളതുകൊണ്ട് അതുകൊണ്ട് അവന് ജോലി ചെയ്ത് തീർക്കാൻ പറ്റാത്ത ആ ഒരു ചെറിയൊരു വിഷമമുണ്ട്. എന്തായാലും നീല പെയിൻറ്റും അതുപോലെ വൈറ്റ് സിമെൻറ്റും അതുപോലെ തന്നെ ഇതിൻ്റെ ഫ്ലോറിൽ ടൈൽസൊക്കെ വരുമ്പോൾ എന്ന് പറഞ്ഞാൽ അടിപൊളി ഒരു നല്ല അലക്കുകല്ലായിരിക്കും.